എടാ കണ്ടോ അവനെ? ഓ കണ്ടില്ല, ഞാൻ തപ്പ പോലെ ഇടവില്ല. എടാ നീ ഇളങ്കാതെ തപ്പിയോ? വേറെ പോണ്ട. എടാ വണ്ടി ഇറ. എന്താണ് രണ്ടുപേരും കൂടി? നിന്നെ തിരക്കി ഇളക്കിയായിരുന്നു ഞങ്ങള്. എടാ നിന്നെ എവിടെയൊക്കെ തിരക്കി നടന്നു അറിയാവോ? എടാ നിന്റെ പോക്കറ്റ് മൊബൈലിൽ കിടക്കണം. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചടാ, ഒന്ന് ഫോൺ എടുക്കാൻ മേലെ നിനക്ക്. എന്താടാ കാര്യം പറ. സ്വപ്ന വീട്ടിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവർ കഴിഞ്ഞിട്ടേ എനിക്കൊരു മറ്റൊരു കാര്യമുള്ളൂ. എടാ പന്നിക്കോട്ട് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചേ നിന്റെ പഴയ പാർട്ടിയില്ലേ പാറു, അവളിത് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ട്. നിന്നെക്കുറിച്ച് ഒത്തിരി അന്വേഷിച്ച് നിന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുവോ. ആദ്യമായി പ്രണയിക്കുന്നവരാരും ജീവിതാവസാനം വരെ അത് മറക്കില്ല. നിങ്ങളുടെ വെറും പ്രണയമായിരുന്നില്ലല്ലോ. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ അസൂയായിരുന്നു. സ്കൂൾ ജീവിതത്തിലെ ആ പ്രണയം ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നീട് അത് പടർന്ന് പന്തലിച്ചപ്പോഴത്തേക്കും നസ്രാണി പെണ്ണിനെ ഇല്ലത്ത് കയറ്റില്ലെന്നുള്ള അവസ്ഥയായി. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്കായി. അന്ന് എതിർത്തവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിന്റെ ഫാമിലിയെ പറ്റിയെല്ലാം അവൾ വിശദമായിട്ട് അന്വേഷിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൾ നിന്നെ കാണാൻ മാത്രമായിട്ട് വന്നതാണ്. റിട്ടയർമെന്റിന് ശേഷം ഏതോ ആശ്രമത്തിൽ ആതുര ശുശ്രൂഷയ്ക്കായി തയ്യാറെടുക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവൾ ചേച്ചിയുടെ വീട്ടിലുണ്ട്, നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും അത്. എടാ അവൾ നിന്റെ പെണ്ണല്ലേ, നിങ്ങളായിട്ട് വേർപിരിഞ്ഞതല്ലല്ലോ. ഈ നാടിന്റെ വ്യവസ്ഥിതിയല്ലേ നിങ്ങളെ വേർപിരിച്ചത്. എടാ ബാലാപ്പു, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനില്ല. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു പണിയില്ലേ? എനിക്ക് ഉച്ചയ്ക്ക് സ്നേഹ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഊണ് കൊടുക്കേണ്ട സമയമായി. അവരെന്നെ നോക്കിയിരിക്കും. ആർക്കേ ഞാൻ പോട്ടെ. നീ എങ്ങും പോകില്ല. പാറുവിനെ കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ അവളെയും കൊണ്ട് ഞങ്ങൾ ഇല്ലത്തോട്ട് വരും. എടാ പാറു ഞങ്ങളുടെ കൂടെ പെങ്ങള, നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തതാ. അഥവാ നീ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കിയെടുത്ത് അവളുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. എടാ ഞാൻ എന്തും പറഞ്ഞാടാ അങ്ങോട്ട് ചെല്ലുന്നു. അവർക്ക് പണ്ടേ എന്നെ കാണരുത്. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ പൊക്കോട്ടെ. എടാ അവിടെ ആരും ഇല്ലടാ, അവരെല്ലാവരും കൂടി കല്യാണത്തിന് പോയിരിക്കുക. നീ ഇനി അക്ഷരം മിണ്ടരുത്. നമ്മൾ 3 പേരും കൂടി അവളെ കാണാൻ പോയിരിക്കും. കോളേജ് മുറ്റത്തൊരു കാലം, പ്രണയം പൂവിട്ട കാലം. നോക്കുകളാൽ നമ്മൾ കഥകൾ പറഞ്ഞു, നെഞ്ചോരം മോഹങ്ങൾ പങ്കുവച്ചു. വളരുന്നു നമ്മളെന്ന സത്യം മധുരമാം നോവായി മാറുമോ? സജീവിന്റെ പിന്നിൽ മറന്നു നിൽക്കുന്നത് ആരാ? ഇങ്ങ് വന്നേ. 10-30 വർഷത്തോളം ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഇപ്പൊ കണ്ടില്ലേ, ഇനി ഞാൻ പോവാ. അപ്പോട്ട് നാളാകെ മാറിപ്പോയല്ലോ. വാ അകത്തേക്ക് കേറിയിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
ആന്ന്. അപ്പു കുടിക്കടാ. ഇവിടെ ആരും ഇല്ലേ? അവരെല്ലാരും കല്യാണത്തിന് പോയിരിക്കുക. അമ്മ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പുറത്തിരിക്കാം. അവിടെ ഇരിക്കേ. ഒന്ന് ചിരിച്ചേ. എന്നെ ഓർക്കാറുണ്ടോ? അപ്പോട്ടനെ എന്നും ഞാൻ സ്വപ്നം കാണാറുണ്ട്. സത്യം പറഞ്ഞാ ഞാൻ വന്നത് തന്നെ അപ്പോട്ടനെ കാണാനാ. ദേ എന്നോട് എന്തെങ്കിലും സംസാരിച്ചേ. വൈഫും മക്കളും ഒക്കെ മറ്റൊരു വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നിന്റെ ഫാമിലി കാണാൻ പറയത്താണെങ്കിലും നിന്റെ ഓർമ്മകളാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ജീവിത അവസാനം വരെ നിന്നെ പോലെ ഞാനും ജീവിച്ചു തീർന്നു. എന്റെ ഇല്ലത്ത് ഞാൻ മാത്രമല്ല, ആർക്കും വേണ്ടാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 10ഓളം അച്ഛനമ്മമാർ എനിക്ക് കൂട്ടുന്നു. നാട്ടുകാരെന്റെ ഇല്ലത്തിന് സ്നേഹവീടെന്നാണ് വിളിക്കുന്നത്. അപ്പുവേ, ഞങ്ങൾക്ക് വരാമോ? ഒരിക്കലും നമ്മളെ തമ്മിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടതിൽ വളരെ സന്തോഷം. നീ എന്നും എൻ്റെ നെഞ്ചിലുണ്ടാവും. സ്നേഹ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമായി. ഞാൻ ഇറങ്ങും. ഈ കൂട്ടുകാരാണ് എൻ്റെ സഹായം. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ പോവും. അപ്പോട്ടിന് എന്തെങ്കിലും ഉണ്ട് പറയാനുണ്ടോ? എടാ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഈ കോളേജ് കാലം തീരുന്നിടം വരെ ഉള്ളോ? ഈ സ്നേഹം നമ്മുടെ മരണം വരെ ഉണ്ടാവും. അപ്പോട്ടാ, വീട്ടിലെ അപ്പോട്ടൻ താങ്ങും തള്ളുമായി കൂട്ടിരിക്കാൻ എന്നെയും കൂടി കൊണ്ടുപോകുമോ? കോളേജ് മുറ്റത്തൊരു കാലം പ്രണയം പൂവിട്ട
കേട്ട കാലം, നോക്കുകളാൽ നമ്മൾ കഥകൾ പറഞ്ഞു, നെഞ്ചോരം മോഹങ്ങൾ പങ്കുവച്ചു. വളരും